നമ്മൾ സസ്കാച്ചുവിന്റെ നൈറ്റ് ഡ്രൈവ് ആസ്വദിക്കുക എന്നുള്ള ഒരു ഇതിലൂടെ ബഫല്ലോ പോണ്ടാണ് ഇന്ന് പോകാൻ പോണ സ്ഥലം. ബഫല്ലോ പോണ്ട് എവിടെടാ? ബഫല്ലോ പൗണ്ട് അല്ല, അതെ, സസ്കാച്ചുവനിൽ എവിടെയാണ്. ഞങ്ങളുടെ കൂടെ ഒരു എക്സ്പേർട്ട് ഉണ്ട്, വൺ മിസ്റ്റർ ദീപക്. നമുക്ക് ആദ്യം ദീപകിനെ പിക്ക് ചെയ്തിട്ട് പിന്നെ ബഫല്ലോ പോണ്ട്. ഈ ചാപ്പി ഉറങ്ങിപ്പോയി. അങ്ങനെ നമ്മള് നേരത്തെ പറഞ്ഞ ചേട്ടൻ ദീപക് നമ്മളെ എങ്ങോട്ടാ പോണേ? അങ്ങനെയൊന്നും തീരുമാനമായിട്ടില്ല നമ്മള്. ആദ്യം നമ്മളെ അടുത്തുള്ള ടീമിൽ ഇന്ന് ഫ്രാൻസിസിൽ എന്റെ പള്ളിയുടെ അടുത്ത് പോയാലോ? 100 കിലോമീറ്ററേ ഉള്ളൂ. എടാ ഗോസ്റ്റ് ടൗൺ വല്ലതും പിടിക്കാടാ. പള്ളിയുടെ അകത്ത് എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാ കുർബാനയ്ക്ക് പോവാണോ നീ ഉദ്ദേശിക്കും? മര്യാദക്കുള്ള പള്ളിയിലൂടെ നാളെ പോണില്ല, പോവാ. ഈസ്റ്ററൊക്കെ പറ്റിയല്ലേ? എടാ ഇത് രണ്ടും തൊട്ടടുത്ത കേട്ടോ. ഇതല്ലേ പോയാലോ? പോവല്ലേ? ഒറ്റ മൈൻഡ് പോവാം. വണ്ടി ചെറുതായിട്ടൊന്ന് ചെളിയിൽ താന്നുപോയി. ഇപ്പൊ ശരി. ടയറുണ്ടാ? ഓഫ് റോഡ് മഡ് റേസ് കഴിഞ്ഞവനാലുണ്ട്. അപ്പൊ നമ്മുടെ ഹോണ്ടഡ് ഹൗസിലേക്ക് ഇപ്പൊ സമയം എത്രയാടാ? മാക്സേ? പുലർച്ചെ 4:30. കുഴപ്പമില്ല, പ്രേതങ്ങളൊക്കെ ഇവിടെ നിന്ന് പോയിട്ടുണ്ടാവും. 2 മണി വരെ പ്രേതങ്ങൾക്ക് ഡ്യൂട്ടി ഉള്ളൂ. 2 മണിക്ക് ശേഷമല്ലേ? അല്ല മറ്റേ ടിക്കൊക്കെ ഉണ്ടാവും കേട്ടോ. ഓ ആ കർട്ടനൊക്കെ പണ്ടത്തെ പോലെ തന്നെ ഇരിക്കുന്ന കേട്ടോ. എടാ ഇപ്പൊ അതിന്റെ ഉള്ളിൽ നിന്നൊരു മറ്റേ ഗോസ്റ്റിക്കിലെ പുറത്തേക്ക് ആ സാധനം അടിച്ചിരുന്നെങ്കിലോ? മിണ്ടാട്ടിരിക്കണേ. എല്ലാവരും സ്വന്തം സൗണ്ടിൽ തന്നെ സംസാരിക്കട്ടാ. ഇതൊരു സാധനങ്ങളൊക്കെ ഇരിക്കുന്ന കേട്ടാ. എടാ അതിന്റെ പുറത്ത് വാതില് തുറന്നാണ് ഇട്ടേക്കണേ. ഒരു വെട്ടം കിടക്കണില്ലേ? സത്യം കേട്ടാ, മുകളിൽ ആള് താമസിക്കുന്നവരൊരു വൈബുണ്ട്. അടുത്ത സ്റ്റാർസും ആണ് പുറത്ത്. അകത്തേക്ക് കയറണ്ട. എന്താണോ ഇങ്ങനെയൊക്കെ നോക്കണേ? ഇതെന്തായിരുന്നു ആ സാധനം? എടാ ഇതാടാ മറ്റേ സൾഫ്യൂരിക് ആസിഡിന്റെ ടാങ്ക്. ഇവിടെ ആരും കൊലപാതകമൊക്കെ ചെയ്തിട്ട് ടാങ്കിൽ വെച്ചേക്കാം. ഇതാണോ വീടിന്റെ ഫ്രണ്ട്? ഓ ഇതാണ്. നീ ഇത് മേടിക്കാൻ വന്നാണോ? എന്താ എടാ നിക്കടാ, പോണ്ടറാ. അതില്ലേ മലയാളി പറയുന്നത്? ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു സ്മെല്ലല്ലേ, പഴയ സ്മെല്ല്. പ്രേതങ്ങൾ വരുമ്പോ സ്മെല്ലുണ്ടാവുന്നതാണ് മൊത്തത്തിൽ പറയണേ. ജിപി പറഞ്ഞത് മറ്റേ സ്പ്രേയുടെ സ്മെല്ല് ഉണ്ടാവുന്നത്. മാക്സിമം കിട്ടാടാ. ഇതിന്റെ അപ്പുറത്തൊരു നൈസ് കാറും കിടപ്പുണ്ട്. എന്ത് ദീപക്കെ? എടാ കാറിന്റെ അടുത്തേക്ക് നമുക്ക് ഒരുമിച്ച് നടക്കാം. എടാ ഇത് ലൈറ്റ് ഓൺ ആക്കടാ. ആരെങ്കിലും ഫോണിലൊക്കെ ലൈറ്റ് കാണിക്കടാ. ശരി എങ്ങോട്ടാടാ?
എടാ എമിലി, ഇത് ഏതാ സ്ഥലം? റജൈനന്ന് ഏറെക്കുറെ എത്ര കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട്? 300 കിലോമീറ്ററോ? 200 ചില്ലറ കിലോമീറ്റർ ഉണ്ട്. ഒരുപാട് ഇറക്കുണ്ട്. എടാ മോളി കുഴിട്ട് ലൈൻ പോയിട്ടുണ്ടെന്നോണേ. എടാ ഇവനെങ്ങോട്ടാ പോണേ? ഇവന്റെ മിത്ത് പ്രേതം കൂടിയതാണോ? നിക്കടാ, നിങ്ങ മുമ്പോട്ട് പോവല്ലേ പണ്ടാറം. മറ്റേ ഇത് കണ്ട് ഈ പുല്ലൊക്കെ ഇരിക്കുന്നുണ്ട്, നല്ല ഡിസൈൻ അല്ലേ? വണ്ടി ഇവിടെ പൊതഞ്ഞാൽ എന്ത് ചെയ്യും മറ്റു? ഇതേപോലെ കിടക്കുന്നത്. ഇവനിത് എങ്ങോട്ട് പോണ്? മട്ടിലെ കുരിശും കൊണ്ട് സാധനം കിട്ടും. അവിടെ ചെറിയൊരു വീടൊക്കെ ഉണ്ട്. അത് വീടാണോടാ? ഔട്ട് ഹൗസ്. ആ സൈഡിലൊക്കെ ശരിക്കും ഒരു ഹോണ്ടഡ് സെറ്റപ്പ് ആട്ടാ രാത്രി പോയാല്. ഏത്? അവിടെയൊക്കെ നോക്കിയാ ഇപ്പൊ ഫുള്ള് ലൈറ്റ് ഓഫ് ചെയ്ത ഇത്തിരി സീൻസല്ലേ. നമുക്ക് ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്താലോ? നന്നാവും. ഇനി ഒരു ദിവസം നമുക്ക് രാവിലെ വരാം ഇത് ടൂർ ചെയ്യാനായിട്ട്. രാത്രി പേടിയാ. ഞാനും പ്രേതങ്ങളുമായിട്ട് അത്ര നല്ലൊരു കോണ്ടാക്റ്റിലല്ല. ഇവിടെ വന്നിട്ട് 2-3 വർഷമായിട്ട് ആദ്യമായിട്ടാണ് ശരിക്കും ഒരു ഗോസ്റ്റ് ഹൗസ് കാണണം എന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടി ഇറങ്ങാൻ. അതെ, അത് അർദ്ധരാത്രി പുലർച്ചെ 4 മണിയാകുമ്പോഴേക്കും നമ്മൾ ഗോസ്റ്റ് ഹൗസിലെത്തി. അത് കഴിഞ്ഞ് ഗോസ്റ്റുകളൊക്കെ ഉറക്കായിരുന്നു. നമ്മൾ പിന്നെ വിളിക്കാൻ നിന്നില്ല. ആ ഒരു മൊത്തത്തിലൊരു ആ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഈ കോഞ്ചൂറിങ് സിനിമയിലൊക്കെ ഉള്ള കർട്ടൻസ് ഒക്കെയാണ് വീട്ടിൽ വെച്ചിട്ടുള്ളത്. പിന്നെ അതിന്റെ ബാക്കിലെ ഡോറ് തുറന്ന് കിടക്കാണ്. ആർക്ക് എപ്പോഴാണെങ്കിലും കേറാം. അടുക്കള നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്നുവെച്ചാൽ പെട്ടെന്നൊരു ആരെങ്കിലും ഒരു സൈക്കോപാത്ത് വന്ന് ആ വീട്ടിലെല്ലാരെയും കൊന്നിട്ട് ഉണ്ടെങ്കിൽ ആ വീട് എങ്ങനെയായിരിക്കും? അതുപോലെ തന്നെ ആ വീട് കിടക്കുന്നത്. ഞങ്ങൾ ആ വീടിനൊന്നൊരു റൗണ്ട് അടിച്ചു. ഇപ്പം ഇതാണ് ഈ വീട്. നമ്മളൊരു രാവിലെ വന്നിട്ട് ഇതിന്റെ ഉള്ളിൽ എക്സ്പ്ലോർ ചെയ്യണം. ഡയമണ്ട് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റോൺ ഉണ്ടായിരുന്നു. ഏതോ ശ്മശാനത്തില് സിമിത്തേരിയിൽ ആരോ ഉപയോഗിച്ച എമിലെ. എടാ കാറിന്റെ ഡാഷ്ബോർഡില്ലേ ഒരു ബൈബിൾ ഉണ്ടാ? നീ ഒന്ന് എടുക്കാൻ പറ്റൂടാ? ടാങ് ടാങ് പ്രേതത്തിന്റെ മുകളിലെ ഒരു സാധനം.